കിട്ടില്ല സിനിമ. ലാലേട്ടൻ തുടരുന്ന ശേഷം അതേ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ്. മാളവികയ്ക്ക് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇതിൽ കാഴ്ചവെച്ചത്. പിന്നെ സംഗീതിന്റെ ലാലേട്ടന്റെ കോംബോ, കിഡിലൻ കോംബോ, പാട്ടുകളെല്ലാം സൂപ്പർ. നല്ല സിനിമ. കുഴപ്പമില്ല, ചെറിയ ലാഗുണ്ട് ഇവിടെ, എന്നാലും കുഴപ്പമില്ല ചേട്ടാ. സൂപ്പർ പടം, നല്ല പടം, നല്ല കിടിലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ലാലേട്ടൻ തന്നെ അടിപൊളിയായിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളത്. പടം നല്ല എൻഗേജിങ് ആണ്. ഒരു തരത്തിലൊരു ബോറടി ഒരു ഫീലോ പടത്തിനില്ല. ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ ഒരു ബെസ്റ്റ് മൂവി. ഓണം അണ്ണ കളറാക്കി തന്നിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും കയറി അങ്ങ് ആർമതിച്ചെടുത്താൽ മതി. നല്ല സൂപ്പർ പടം. സൂപ്പർ എന്ന് വെച്ചാൽ ഇടിവെട്ട് മോഹൻലാൽ തുടരും. കൊള്ളാം ബ്രോ, നല്ല പടം. മോഹൻലാലിൻ്റെ നല്ല പെർഫോമൻസ് ആണ്. ആൻഡ് ഇതിൽ 2-3 ക്യാമിയോ റോളൊക്കെ ഉണ്ട്, നല്ല റോളാണ്. ഫാമിലി ആയിട്ട് ഓണം കപ്പ് മിക്കവാറും മോഹൻലാൽ എന്നെ കൊണ്ടുപോകും. കൊള്ളാം, നല്ല പടം. ഓണത്തിന് മോഹൻലാൽ നമുക്ക് തന്ന ഒരു ഓണ ഗിഫ്റ്റാണ്. പിന്നെ ലാലേട്ടൻ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മൂവി എന്ന് പറഞ്ഞാൽ നല്ലൊരു മൂവി, സൂപ്പർ ഹിറ്റ്. ഒരു ലാഗില്ല, ഒന്നുമില്ല. ലാസ്റ്റ് വരെ, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ചിരിപ്പിക്കാനും ചിരിക്കാനും നല്ലൊരു മൂവി. മോഹൻലാലിൻ്റെ വലിയൊരു തിരിച്ചു വരവാണ്. നല്ലൊരു ഫീൽ ഗുഡ് മൂവി കണ്ട് ഇറങ്ങിയ എങ്ങനെ സൂപ്പറാണ്. സൈലന്റ് ഹിറ്റ്, അടുത്ത സൈലന്റ് ഹിറ്റ് ആണ് പടം. വിഷയം ഓണം അണ്ണ ഓണം തൂക്കിയിട്ടുണ്ട്. ബാക്കി പയ്യന്മാരൊക്കെ സെക്കൻഡ് സാസിന് നിൽക്കട്ടെ. അണ്ണ ഫസ്റ്റ് തൂക്കിയിട്ടുണ്ട്. പക്ക ഹിറ്റാണ് പടം, കണ്ടിരിക്കാനുള്ള നല്ലൊരു പടമാണ്. സൈലന്റ് ഹിറ്റാണ്, 100 കോടി ഉറപ്പാണ്. എൻ്റെയും ലാലേട്ടൻ്റെയും ഈ വരുന്ന എല്ലാവരുടെയും ഹാപ്പി ഓണം. ഒരു വിഭവസമൃദ്ധമായ സദ്യ തിന്നിറങ്ങിയ ഒരു സന്തോഷമുണ്ട്. സിനിമ ചിരിക്കാനുണ്ട്, അടിക്കടിയുണ്ട്, പിന്നെ സംഗീതം പറയാതിരിക്കാൻ പോയ അതൊരു സത്യന്തിക്കാടും മോഹൻലാൽ എന്ന് പറയുമ്പോൾ അവർ പറയണ്ടല്ലോ. പിന്നെ ആ കുട്ടി എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. സംഗീതത്തിൽ നല്ല സിനിമ. നിങ്ങൾക്ക് ശേഷം നാടോടിക്കാറ്റ്, അതിനുശേഷം സത്യൻ ചേട്ടൻ്റെ ഒരു നല്ലൊരു കൂട്ടുകെട്ടിൽ മലയാളിയേക്ക് ഒരു ഓണസമ്മാനമായി ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഓണാശംസ. മൊത്തത്തിലെല്ലാം ഒരു സ്റ്റാറായിട്ട് അഭിനയിച്ചു. ഇതിൽ ആരെയും എടുത്ത് താത്ത് പറയാനോ പൊക്കി പറയാനോ ഒന്നുമില്ല. എല്ലാവർക്കും അടിപൊളിയായിട്ട് കൊടുത്തു. ലാലേട്ടൻ തന്നെയാണ് ഓണം. ലാലേട്ടൻ്റെ ഒരു ഓണ സമ്മാനം കൂടെയാണ് മലയാളിയേക്ക്. മോഹൻലാലാണ് ഈ പടത്തിൻ്റെ ഹൈലൈറ്റ്. നൈസ് സൂപ്പർ പോയി കാണണം. മനസ്സ് നിറഞ്ഞൊരു പടം, സത്യമായിട്ട് മനസ്സ് നിറഞ്ഞു. വിഷയം ലാലേട്ടനെ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. അത് തിയേറ്ററിൽ തന്നെ പോയിരുന്നു. ചേട്ടാ നൈസ് പടം, നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. മോഹൻലാൽ സംഗീത് കോംബോ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ കോമഡിയാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം. സെക്കൻഡ് ഹാഫ് നല്ല ഇമോഷണൽ കോമഡി അങ്ങനെ പോയി. നല്ല രസമുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ. വീട്ടിൽ ഒരുപാട് ടെൻഷൻ വറീസ് ആവുന്നു. അപ്പോൾ ഇത് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ഞങ്ങൾ ഫസ്റ്റ് ഷോക്ക് തന്നെ വരാൻ പറ്റിയ ഭാഗ്യമാണ്. ഇനി വീണ്ടും ഞങ്ങൾ ഈ സിനിമ കാണാൻ വരും. ഓരോ സീനും മനസ്സിൽ ഹൃദയത്തിൽ തങ്ങി നിൽക്കാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും വരും. സന്തോഷം കൊണ്ട് കണ്ടു നിന്നു, അല്ലാതെ ഒന്നുമല്ല. കുറേ നാളായിട്ട് ഇങ്ങനെ വറീസുള്ള സിനിമ പകയും കണ്ടിട്ട് ഈ സിനിമ കണ്ടപ്പം സന്തോഷത്തിൽ കണ്ണു നിറഞ്ഞു. മെനി താങ്ക്സ് ലാലേട്ട. വിഷ് യു ഹാപ്പി ഓണം ലാലേട്ട.